ഹലോ ഗായ്സ്. അപ്പോൾ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടുക്കളയിൽ കുറച്ച് കൊഞ്ചു കുട്ടന്മാരിയ്ക്കുന്ന കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊഞ്ചു കറി ഉണ്ടാക്കിയ എന്തെന്ന്. ഓൾറെഡി കൊഞ്ച് കഴുകി വെച്ചിരിക്കുകയാണ്, എന്നാലും ഒന്നും കൂടെ ഞാൻ കഴുകി. ഒരു കൊഞ്ച് അങ്ങ് പോയത് പിന്നെ ഞാൻ കണ്ടായിരുന്നു, കുഴപ്പമില്ല, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഫസ്റ്റ് നമ്മൾ അടുപ്പ് കത്തിക്കണം, എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് തന്നെ കറുവപ്പട്ട ഗ്രാമ്പൊക്കെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് അതും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ച സവോള കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴട്ടി മിക്സ് ആക്കണം. വഴട്ടിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് വഴട്ടിക്കിട്ട സവോള വാട്ടി വന്നതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് പെരിഞ്ചീരക പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കണം. അതിന്റെ കൂടെ തന്നെ നല്ല കഴുകി വെച്ച് നല്ല കൊഞ്ചു കുട്ടന്മാരെ നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴട്ടി കൊടുക്കണം. ഞാൻ യൂട്യൂബ് നോക്കിയൊന്നല്ലേ ചെയ്യുന്നത്, എന്റെ അമ്മൂമ്മ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അതിന്റെ പുറകെ അമ്മൂമ്മയുടെ കുക്കിംഗ് കൊണ്ട് ചിക്കൻ കറി. അപ്പോൾ ചിക്കൻ കറിയും കൊഞ്ചു കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. കുറച്ച് തക്കാളിയും കൂടെ അരിഞ്ഞിട്ടതിന് ശേഷം കുറച്ച് ഗരം മസാലയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കണം. ഒരു പാകത്തുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ആയിടണം, കാരണം നമ്മൾ കൊഞ്ചു കറിയാണ് ഉണ്ടാക്കുന്നത്, അപ്പം വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. എന്നിട്ട് അടച്ചിട്ട് നമ്മൾ വേവിക്കണം. അപ്പൊ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ മണത്തിന് രുചിക്ക് വേണ്ടി നമ്മൾ മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. അതാണ് ലാസ്റ്റ് ഘട്ടം. പുറകിൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്, കൊഞ്ചു കറി റെഡി ആയിട്ടുണ്ട്. അത് ലാസ്റ്റ് ഉണ്ട്. കുറച്ച് ചോറും കുറച്ച് കൊഞ്ചു കറിയും കൂടെ കൂട്ടി നല്ല സൂപ്പറായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്.